ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാരും വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാത്ത എന്നാൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ചേന. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചേനയാണ് കേട്ടോ. ചേനയൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ചെറിയൊരു പീസ് ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചേന തൊലിക കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേന ചെറുതായിട്ട് ചൊറിയൊക്കെ ചെയ്യുന്ന ചേനയാണെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് മെഴുക്ക് പുരട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ചൊറിയില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കഴുകാൻ നോക്കില്ല കേട്ടോ. ആദ്യം തന്നെ കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. എങ്ങാനും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെയാണ്. അപ്പോൾ കയ്യെങ്ങാനും ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പാടാവൂലേ. അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി പിന്നെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു കേട്ടോ. എങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ വേഗം കട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് മറിച്ചൊക്കെ പിടിച്ച് അങ്ങനെ കട്ട് ചെയ്യുന്നത്. ചക്കരയ്ക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെ ചേന പൊരിച്ചത് കൂടി വെക്കണമെന്ന് പറഞ്ഞപ്പം പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആദ്യം ചോദിച്ച് തലേന്ന് രാത്രി തന്നെ ഒക്കെ കഴുകി കട്ട് ചെയ്ത് വെക്കാമെന്ന്. പിന്നെ രാത്രി ആയപ്പം പിന്നെ ചേന കൈമിൽ ആക്കണ്ടേന്ന് കരുതി പിന്നെ മടിയായി കേട്ടോ. ചേന കൊണ്ടുള്ള ഉപ്പേരി ആയാലും ഫ്രൈ ആയാലും ഇനി അച്ചാറായാലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അതൊന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ ചേനയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിലവർ പെരിഞ്ചീരകം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചക്കരയ്ക്ക് ആ ടേസ്റ്റൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ സ്പൂണിന് വെച്ചാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. കാരണം രാവിലെ തന്നെ കൈമേലാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കയ്യിൽ എത്ര എണ്ണ തടവിയെന്ന് പറഞ്ഞാലോ എങ്ങാനും ചൊറിച്ചിൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ചേനയ്ക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ചേനേൻ്റെ ചൊറിച്ചിൽ അത് വേവുന്നത് വരെ ഉള്ളൂ എന്നുള്ള ആ ഒരു കുറഞ്ഞ ടൈമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ചേന അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ചില ടൈമുകളിൽ ചേന വെന്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. ഇപ്പം ചേനയൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ അതാ നമ്മുടെ ചേനയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.